എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആൺകുട്ടികളെ, നാരായണൻ മാഷ് അമ്മ മരിച്ചുപോയപ്പോൾ മരിച്ച അമ്മയുടെ മോള് അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്നെഴുതാൻ കാരണം എന്തെന്ന് കവിത അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. വേറൊന്നും ഞാൻ അതു സംബന്ധിയായിട്ട് പറയുന്നില്ല. കാരണം എന്താണ്? അമ്മ മരിച്ച ഒരു വീട്ടില് ആശ്വാസം നൽകാൻ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും 3 ദിവസം വരെ നമ്മളെ കൂടെ കൂടിയാടും. അത് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ ഇന്തപ്പക്കം അന്തപ്പക്കം, ആ ഊര് ഈ ഊര്, അങ്ങനെ പോകും അവരവരുടെ ഊരിലേക്ക്. പിന്നെ നമ്മളിങ്ങനെ ഒറ്റപ്പെടും. നമ്മൾ വീട്ടില്, അമ്മയില്ലാത്ത വീട്ടില്, അല്ലേ? അമ്മയില്ലാത്ത വീട്ടിലെ അടുക്കളയിൽ ഒരു കസേരയിട്ടിട്ട് ഇരിക്കുന്ന രംഗൊന്ന് നിങ്ങൾ ഇപ്പം നെഞ്ചത്ത് കൈ വെച്ച് ചിന്തിക്ക്. വെള്ളം ഇങ്ങനെ തിളക്കാൻ, ബടുക്കണി ഞങ്ങളെ ഭാഗത്ത് പറയുന്ന പഴയ ഭാഷയാണത്. അവിടെ അടുപ്പിന്റെ മുകളിൽ അടുപ്പത്തേക്ക് വെച്ച പാത്രത്തിലെ വെള്ളം ഇങ്ങനെ തിളക്കാൻ, ഏങ്ങലടിച്ച് കരയും പോലെ തിളക്കാൻ. അമ്മയില്ലാത്ത വീട്ടിലാണ് ആ വെള്ളം തിളക്കുന്നത്. കഞ്ഞി വിളമ്പിയത് ആ അടുക്കളയിലാണ്. അമ്മയില്ലാത്ത വീട്ടിലാണ് ഒരു കഞ്ഞിപ്പാത്രം എന്നെ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടി എഴുതിയതാണ്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് ധൈര്യമായി അത്തായ പഷ്ണി കിടക്കാം. അല്ലേ? അമ്മ മരിക്കുന്നതിന്റെ മുമ്പ് ധൈര്യമായിട്ട് അത്തായ പഷ്ണി കിടക്കാൻ കഴിയൂല. എന്താ കാര്യം? രാത്രി ചോറ് കഴിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാല് ഞങ്ങളെ ഭാഗത്തൊക്കെ മാതാക്കള് വന്നിട്ട് കിടന്നുറങ്ങണ മക്കളെ വിളിച്ചിട്ട് പറയുന്നൊരു കല്ല് വെച്ച കള്ളമുണ്ട്. എന്താണറിയോ? രാത്രി ചോറ് കഴിക്കാതെ ഉറങ്ങിയാൽ ഒരു പ്രാവിന്റെ ഇറച്ചി എൻ്റെ മേത്തുനിന്ന് കുറഞ്ഞു പോകുന്നു. ഒരു പ്രാവിനോളം വരുന്ന മാംസം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവും. എന്തിനാ പറഞ്ഞത്? അമ്മ മോള് ഭക്ഷണം കഴിക്കാതെ കിടന്നാൽ അമ്മ കൊറക്കരൂല, കുട്ടിക്കൊരു കുഴപ്പമില്ല. നേരം വെളുക്കോൾ അവൾ ഉറങ്ങും, ഒരു കുഴപ്പമില്ല. അവൾക്ക് ഇപ്പൊ ശല്യം വിളിച്ചുണർത്തുന്നതാണ്. അപ്പൊ ഈ കുട്ടി എഴുതി, ആശ്വാസായി, ഇനി എനിക്ക് ധൈര്യമായിട്ട് അത്തായ പ്രശ്നം കിടക്കാം. എന്നെ ഇനി ആ ആത്മാർത്ഥതയോടുകൂടെ വിളിച്ചുണർത്താൻ ഈ വീട്ടിലൊരാളില്ലല്ലോ. അമ്മ എന്ന ശൂന്യത നമ്മളിൽ ഉണ്ടാക്കുന്ന വേദനയുടെ ആഴാണ് ഈ വരി. നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി എന്താ അറിയോ? ഇനി എനിക്ക് കുളിക്കാൻ പോയിട്ട് ഇറ്റിറ്റ് വീഴുന്ന എൻ്റെ കാർക്കൂന്തൽ തുവർത്താതെ നടക്കാം. കാരണം ഇഴവിടർത്തി നോക്കിയിട്ട്, മകളെ തലയിൽ വെള്ളം കേറിയാൽ പനി പിടിക്കും, ജലദോഷം വരും എന്ന് പറയാൻ എൻ്റെ അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പോയാൽ ഇനി മുടി തുവർത്തേണ്ട ആവശ്യമില്ല. 3-ാമത്തെ വരി എന്താ അറിയോ? ഇനി എനിക്ക് നാളെ നട്ടുച്ച നേരത്ത് നമ്മുടെ വീട്ടിന്റെ ഉമ്മറത്തെ മുറ്റത്തെ ആൾമറ, കിണറിന്റെ ആൾമറയുടെ മുകളിൽ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം. കാരണം മോളെ അവിടുന്ന് മാറി വീണ് പോകും എന്ന് പറയാൻ, ഒരു വടിയെടുത്തിട്ട് എന്നെ അടിക്കാൻ, എന്നോട് ശകാരിക്കാൻ, ശാസിക്കാൻ അമ്മയില്ല ഈ വീട്ടില്. അമ്മ പോയി. അവസാനത്തെ വരി എന്താ അറിയോ? ഇനി എനിക്ക് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എത്തിയെടുത്ത് ഉറങ്ങാം. കാരണം അമ്മയുള്ള അന്ന് എത്തിയെടുത്ത് ഉറങ്ങാൻ പറ്റൂല. മാമന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മേ, എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അമ്മേ, എൻ്റെ ജോലി സ്ഥലത്തേക്കാണ് പോകുന്ന അമ്മേ എന്ന് പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി KSRTC ബസ് കയറിയിട്ട് പോയാല് മാമന്റെ വീട്ടിൽ എത്തണം അമ്മക്ക് ഉറങ്ങാൻ. വഴിയിലിറങ്ങിയാൽ പറ്റൂല. അമ്മ പോയപ്പോ ഈ കുട്ടി പറഞ്ഞെന്താ? ഇനി എനിക്ക് രാത്രി യാത്ര ചെയ്യുമ്പോൾ എത്തിയെടുത്ത് ഉറങ്ങാം. കാരണം ഞാൻ എത്തേണ്ടടുത്ത് എത്തിയാൽ മാത്രം വിളക്കണയാറുള്ള വീട് കഴിഞ്ഞ ആഴ്ച കെട്ടു. ഇനി അങ്ങനെ ഒരു വീടില്ലല്ലോ. ആ വീട് കെട്ടു, അമ്മ മരിച്ചു. അവസാനം പറഞ്ഞെന്താ അറിയോ? ഒടുക്കം എൻ്റെ അമ്മ എന്നെ പെറ്റു തീർന്നു. ആ വാക്കുവോക്ക് നിങ്ങള്. അപ്പൊ നമ്മളെ പ്രസവിച്ച് നമ്മൾ ഭൂലോകത്ത് ജാതനായപ്പോ നമ്മളെ അമ്മ നമ്മളെ പെറ്റു തീർന്നില്ലേ? ഇല്ല എന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷ് മലയാളിയെ പഠിപ്പിച്ചത്. എപ്പോഴാ നമ്മളെ അമ്മ എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്? അമ്മയുടെ ഭൗതിക ശരീരം ശ്മശാനത്തിലേക്ക് എടുത്ത് കുഴിമാടത്തിൽ നമ്മൾ ഇറക്കി വെച്ചപ്പോഴാണ് അമ്മ എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്. അപ്പൊ എന്താണ്? നമ്മൾ ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അമ്മ പ്രസവ വേദനയോടുകൂടെ വീട്ടിലിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് പോയിട്ട് എന്തായി? എന്തെങ്കിലും സംഭവിച്ചോ? വിശക്കുന്നുണ്ടോ? ഭക്ഷണം കഴിച്ചോ? അമ്മ എപ്പോഴാ എന്നെയും നിങ്ങളെയും പെറ്റു തീർന്നത്? അമ്മ പോയി കിടന്നപ്പോ. അവസാനത്തെ വരിയിൽ നാരായണ മാഷ് മലയാളിയോട് പറയാണ്, ഇനി ശരീരവേദന കൊണ്ടല്ലാതെ മനോവേദന കൊണ്ട് ഭൂമിയിൽ ഒരാളും കരയൂല. അമ്മ എന്ന് പറയുന്ന ജന്മം മണ്ണിന്റെ അടിയിൽ പോയല്ലോ.
ഇനി ആരെങ്കിലും ഭൂമിയിൽ കണ്ണിൽ കണ്ണീര് നിറച്ചിട്ട് കരയുന്നുണ്ടെങ്കിൽ അതാരെങ്കിലും ശരീരത്തിൽ വേദനയാക്കിയത് കൊണ്ടാകാം, അമ്മയെപ്പോലെ മനോവേദന കൊണ്ടാകില്ല. അങ്ങനെയുള്ള അമ്മമാരാണ് ഇന്ന് വൃദ്ധസദനത്തിൽ പോയിട്ട് മക്കളില്ലാത്ത ഇടുങ്ങിയ റൂമിൽ പോയി നിൽക്കുന്നത്. എത്ര നിമിഷം നിൽക്കാൻ കഴിയും? പുറത്തുനിന്നാണ് പൂട്ടിയത്, അകത്തുനിന്നല്ല. അകത്തുനിന്ന് പൂട്ടിയാൽ മണിക്കൂറുകളോളം നിങ്ങൾ പൂട്ടിയ റൂമിൽ നിങ്ങൾക്ക് പുസ്തകം വായിച്ചിരിക്കാം. നാം പോയിരുന്ന റൂമിന്റെ കവാടം പൂട്ടിയത് പുറത്തു നിന്നൊരാളാണ് അതിന്റെ ഓടാമ്പില കൊണ്ടതിന് പൂട്ടിയത് എങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് മനസ്സാന്നിധ്യത്തോടുകൂടെ ഇരിക്കാൻ കഴിയില്ല. മനസ്സാന്നിധ്യം ഇല്ലാതെ ഇരിക്കുക, അതിന്റെ അർത്ഥം എന്താണ്? ബോധം പോയി, മാനസികം വന്ന് ഭ്രാന്തിയായി എത്ര വേണമെങ്കിലും ഇരിക്കുക, അല്ലേ? മലമൂത്ര വിസർജനം ശയ്യയിൽ തന്നെ നിർവഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കാൻ കഴിയണം. ഞാൻ അവസാനിപ്പിക്കാൻ, ലോകം എല്ലാം കീക്കാൻ തൂക്കായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഒരു ഫ്ലാറ്റിന്റെ അകത്ത് നിന്നാണ് ആമസോൺ പാർസൽ കവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. രാവിലെ സ്കൂൾ കുട്ടികളെയുമായിട്ട് ബസ്സിൽ പോകുന്ന ബസ്സിന്റെ ഡ്രൈവർ അത് കാണുകയാണ്. നോക്കുമ്പോ അതൊരു മനുഷ്യന്റെ പുത്രനാണ്, ഒരു ചോര പൈതലാണ്, ഒരു നവജാത ശിശുവാണ്. പോലീസ് വരുന്നു. ഈ ആമസോൺ പാർസൽ കവറിലാണ് ഈ കുട്ടിയെ അടക്കം ചെയ്തത്. അത് ഏത് ഫ്ലാറ്റിന്റെ അഡ്രസ്സിലാണ് വന്നത്? ആ ഫ്ലാറ്റിലേക്ക് പോയി നോക്കുന്നു, അവരെ പരിശോധിക്കുന്നു. അവസാനം അവിടെയുള്ളത് ഒരു അച്ഛനും ഒരു അമ്മയും അവിവാഹിതയായ 23 വയസ്സുള്ള ഒരു മകളും മാത്രമാണ്. പക്ഷേ പോലീസ് കേസിന്റെ ചുരുളഴിച്ച് കൊണ്ടുവരുമ്പോൾ മലയാള മനസാക്ഷി ഞെട്ടിത്തരിക്കുന്നു, ലജ്ജ കൊണ്ട് തല താഴ്ത്തുന്നു. ആ 23-കാരിയായിരുന്നു അത്രേ ഈ ചോരപ്പൈതലിന്റെ അമ്മ, അവിഹിതമായ അമ്മ. ആരാ നിന്റെ ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്ന ചോദ്യത്തിന് അവൾ കൊടുത്ത മറുപടി ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട തൃശ്ശൂരുകാരനായ 25-കാരനാണ് എന്നാണ്. എൻ്റെ മാതാപിതാക്കളെ, നമ്മൾ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പാടിയ കവിതയുടെ ആന്തരാർത്ഥം എന്ന് പറയുന്നത്, അല്ലേ? ഒടുവിൽ നമ്മളൊക്കെ തന്നെ ഖേദിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരിക്കലും എത്താൻ പാടില്ല. അപ്പൊ ഇവിടെ ജീവിച്ച് നമുക്കൊക്കെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത് നടപ്പാക്കാൻ കഴിയില്ല. ലീലനും മദനനും തമ്മിലുള്ള കഥയിൽ ആശാൻ മലയാളിയോട് പാടിത്തരുന്നുണ്ട്, കരുതുവതിഹ ചെയ്യവയ്യ, ചെയ്യാൻ വരുതു ലഭിച്ചതിൽ നിന്നിടാ വിചാരം, പരമഹിതയറിഞ്ഞുകൂട ആയു സ്ഥിരതയുമില്ലതി നിന്യമീ നരത്വം. കരുതുവതിഹ ചെയ്യവയ്യ, നമ്മൾ കരുതുന്നത് ഈ ലോകത്ത് നമുക്കാർക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. ചെയ്യാൻ വരുതു ലഭിച്ചതിൽ നിന്നിടാ വിചാരം. ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാലോ അതിന് മനസ്സും ഉണ്ടാവില്ല. അങ്ങനെ പരമഹിത അറിഞ്ഞുകൂടാ ആയു സ്ഥിരതയുമില്ല അതിനിന്യമീ നരത്വം. ഇനി എല്ലാത്തിനുള്ള അവസരം കിട്ടി, ചെയ്യാനുള്ള അനുകൂലാവസ്ഥ കിട്ടി, അതിനുള്ള മനസ്സ് കിട്ടി, അതിനുള്ള സാഹചര്യം കിട്ടി. അത് കിട്ടുമ്പോഴേക്ക് നമ്മുടെ ആയുസ് അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കൂല. അപ്പോഴേക്ക് നമ്മൾ മറ്റൊരാളായി മാറിയിട്ടുണ്ടാകും. ഈ കഴിഞ്ഞ ഓണത്തിന്റെ വടംവലി മത്സരം നടക്കുകയാണ് കൊച്ചിയിലെ തേവരയിലെ SH സ്കൂളിൽ, കോളേജിൽ. അവിടെ കൊമേഴ്സ് വിഭാഗം തലവനായ ജെയിംസ് വി ജോൺ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹമാണ് ഈ വർഷത്തെ തേവര SH സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി. അത്രയും സമർത്ഥനായ ഒരു ടീച്ചറാണ് ജെയിംസ് വി ജോൺ. അപ്പം ഈ വടംവലി മത്സരം നടക്കുന്നതിന്റെ മുൻപ് അദ്ദേഹം തന്റെ കുട്ടികളെ, സ്കൂളിലെ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ ജെയിംസ് വി ജോൺ സാർ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, മക്കളെ, എന്റെ കാഴ്ചപ്പാടിൽ ലോകത്ത് ഏറ്റവും സമ്പന്നമായ ഒരു ഇടമുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അത് സെമിത്തേരിയാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവ മതവിശ്വാസിയാണ്. അതുകൊണ്ട് അദ്ദേഹം സെമിത്തേരി എന്ന് പറഞ്ഞു. ശ്മശാനവും ഖബർസ്ഥാനവും ഒക്കെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, സെമിത്തേരിയുടെ അകത്ത് ആ മീസാൻ ശിലകൾക്ക് താഴെ കിടന്നുറങ്ങുന്ന, കുരിശുകൾക്ക് താഴെ കിടന്നുറങ്ങുന്ന ഓരോ ആളുകളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഡോക്ടേഴ്സ് ഉണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, പ്രൊഫസർമാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കവയത്രിമാരുണ്ട്. ആർക്കിടയിലും കാലുഷ്യങ്ങളില്ല, തർക്കവിതർക്കങ്ങളില്ല. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും സമ്പന്നമായ സ്ഥലം എൻ്റെ വിനീത അഭിപ്രായത്തിൽ സെമിത്തേരിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇനി നമുക്ക് നമ്മുടെ വടംവലി മത്സരത്തിലേക്ക് കടക്കാമെന്നും പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കാൻ. കുട്ടികൾ ഒരു ഭാഗത്ത്, സ്റ്റാഫ് ഒരു ഭാഗത്ത്, വടംവലി മത്സരം നടക്കുന്നു, അത് പൊടിപൊടിക്കുന്നു, ആഹ്ലാദത്തിന്റെ പടക്കങ്ങൾ പൊട്ടുന്നു. അതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് ഒരു തളർച്ച സംഭവിക്കുന്നു. അദ്ദേഹം സൈഡിൽ പോയി കിടക്കുന്നു. ആ കിടത്തം അന്ത്യശയ്യയാണ്. ആ നിദ്ര അവസാന നിദ്രയാണ്. ആ ശ്വാസം ഒടുക്കത്തെ ശ്വാസമാണ്. പ്രാണൻ ഇങ്ങനെ പോകുന്ന രംഗം അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കുട്ടികൾ ഇങ്ങനെ വായിച്ചെടുക്കുക.
തൊട്ടു മുമ്പ് പറഞ്ഞുപോയ വാക്കിനോട് അരുപറ്റി നിൽക്കുന്ന ഒരു ജീവന്റെ പോരാട്ടം അവിടെ നടക്കുകയാണ്. ഇത്രയുള്ളൂ മനുഷ്യൻ അല്ലേ? നമ്മളൊക്കെ തന്നെ ഇരിക്കുമ്പോ, ചിരിക്കുമ്പോ, നടക്കുമ്പോ, പറയുമ്പോ, വിശ്രമിക്കുമ്പോ, കിടക്കുമ്പോ, യാത്ര ചെയ്യുമ്പോ എവിടെയെങ്കിലും വെച്ചിട്ട് അവസാനത്തെ 2 കണ്ണിമകളും ചിമ്മേണ്ട ആളുകളാണ്. പിന്നെ നമ്മളെ കാണാൻ ആളുകൾ വരാൻ. ആ ബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാളെ കൈമാറുന്നു, ആംബുലൻസിൻ വീജി നമ്മെ നടുക്കുന്നു, ആതുര ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു, മാലാഖ വന്നു പിടിച്ചെന്റെ ദേഹിയെ, മാനുജൻ വന്നു കണ്ടു എന്റെ ദേഹമേ, പൊട്ടിച്ചിരിച്ചു അനന്തരം ആ ചിരി പൊട്ടിക്കരയരായി രൂപപ്പെടുന്നതും, കാലാൾ പടവന്ന് തൊളിലേറ്റുമ്പോഴും കാമനും താതനും പരിരപിക്കുമ്പോഴും എല്ലാം എല്ലാവർക്കും സംഭവിക്കാനുള്ളതാണ്. അതിലാർക്കും തർക്കമില്ല. ഏതോ ഒരു സ്വാമിയുടെ ഗുരുവിന്റെ സന്യാസിയുടെ മുമ്പിൽ പോയിട്ട് ഒരു പെണ്ണ് മരിച്ചുപോയ തന്റെ പിഞ്ചു പൈതലിനെ എങ്ങനെ കൈ വലയങ്ങളിൽ വെച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സന്യാശ്രേഷ്ഠ ഗുരു, എൻ്റെ കുഞ്ഞിന് മൃതം സംഭവിച്ചു, മൃതി അടഞ്ഞു, ആത്മാവ് പോയിരിക്കുകയാണ്, ശവമായിരിക്കുകയാണ്. അങ്ങ് വലിയ ആത്മീയ കഴിവുള്ള ഒരാളാണ്, അതുകൊണ്ട് എൻ്റെ മരിച്ചുപോയ കുഞ്ഞിൻ്റെ ജീവനൊന്ന് തിരിച്ചു തരുമോ, എനിക്ക് ഈ കുഞ്ഞേ ഉള്ളൂ എന്നൊരമ്മ പ്രാണൻ പിടയുന്ന വേദനയോടുകൂടെ പറയുമ്പോൾ ആ സന്യാസി പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട പെങ്ങളെ ഞാനൊന്ന് ശ്രമിക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? നിന്റെ കുഞ്ഞിനെ അവിടെ വെക്ക്, അത് ബന്ധുക്കളെ ഏൽപ്പിക്ക്. നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് കടുകുമണികൾ ഒരു പേപ്പറിൽ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവാ, ഞാൻ മന്ത്രം ജപിക്കാൻ, നിന്റെ കുഞ്ഞിന്റെ ജീവനൊന്ന് തിരിച്ചു നൽകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പക്ഷെ there is a condition, ഒരു നിബന്ധനയുണ്ട്. നീ കടുകുമണികൾ ശേഖരിക്കുന്ന വീട്ടിൽ മുമ്പൊരിക്കലും ഒരു മരണം നടന്ന വീടാവാൻ പാടില്ല. അങ്ങനെ ആ സ്ത്രീ പോവാൻ വലിയ പ്രതീക്ഷയോട് പോവാ. ഒരു വീട്ടിൽ കയറി, അവിടെ വല്യമ്മച്ചിയുണ്ട്. എന്തേ മോളെ? അപ്പൊ അവളിങ്ങനെ കരഞ്ഞ് സങ്കടമൊക്കെ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. കടുകുമണി ഉണ്ടോ? ഉണ്ടല്ലോ, എത്ര വേണമെങ്കിലും തരാം. അവൾക്ക് പ്രതീക്ഷ കൂടി. കടുകുമണി എടുക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഈ വല്യമ്മച്ചിയോട് ഇവള് ചോദിച്ചു, അല്ല ചോദിക്കാൻ വരട്ടെ, എടുക്കാൻ വരട്ടെ, ഈ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് വല്യച്ഛൻ മരിച്ചുപോയത്. കഴിഞ്ഞു. അടുത്ത വീട്ടിലേക്ക് പോയി, അവിടെ വേറൊരു യുവതിയാണ് മരിച്ചത്. അങ്ങനെ ഓരോ വീട്ടിലും പോയി, ആ വീട്ടിലൊക്കെ കടുകുമണി ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ മരണവും നടന്നിട്ടുണ്ട്. ഈ യുവതി നിരാശയായിട്ട് ഗുരുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഗുരു ഞാൻ നിരാശയാണ്. അപ്പൊ ഗുരു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, മോളെ നിരാശനാവേണ്ട. എന്താണ് അത്? ഈ ഭൗതിക ലോകത്തിന്റെ ഒരു സ്വരമാണ്. എന്ത്? ജനനുണ്ടെങ്കിൽ മരണമുണ്ട്. അതുകൊണ്ട് നിന്റെ കിടാവിന്റെ മരണം നീ അംഗീകരിക്കാം. അതിൻ്റെ ശേഷക്രിയകളെ നമുക്ക് ഭക്ത്യാദര പുരസ്സരം നിർവഹിക്കാം. നിന്റെ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥന നടത്താം. അങ്ങനെയാണ് ലോകം അവസാനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉള്ളതിനെ ഉൾക്കൊള്ളാനേ കഴിയുള്ളൂ. ടെക്നോളജി എത്ര വളർന്നാലും മരണത്തിൻ്റെ മാലാഖക്ക് മണികെട്ടി ആ മാലാഖയെ പിടിച്ചു നിർത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയൂല. സമയമാകുമ്പോൾ പോവുക, പോകുന്നതിൻ്റെ മുമ്പ് ജീവിക്കാൻ ആവശ്യമായ പാതയം നമ്മൾ തയ്യാറാക്കുക. എല്ലാം നല്ലതിനാകട്ടെ. ഈ നല്ല മുഹൂർത്തത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും സ്നേഹവായ്പോടുകൂടെ നിങ്ങൾ എന്നെ സ്വീകരിച്ചതിനും എന്നെ ഇത്ര നേരം വളരെ ക്ഷമയോടെ നല്ല അച്ചടക്കമുള്ള മക്കളായി, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളായി, പുറത്തുള്ള പ്രിയപ്പെട്ട സ്നേഹിതരൊക്കെ ഈ നിന്നതാണ്, പ്രസംഗം തുടങ്ങുമ്പോൾ നിന്നതാണ്. അവർ വളരെ അസ്വസ്ഥരാണോ എന്താ എനിക്കറിയൂല. നിങ്ങളുടെ അസ്വസ്ഥതകളിൽ ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നെ സ്നേഹവായ്പോടുകൂടെ സ്വീകരിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച, ഇങ്ങനെയുള്ള മാനവ സൗഹൃദത്തിൻ്റെ വിശാല മനസ്കത ബോധിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക്, അതുപോലെ തന്നെ ഇതിൻ്റെ തന്ത്രിയടക്കമുള്ള മുഴുവൻ വക്താക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരുപാട് അകൈതവമായിരിക്കുന്ന കടപ്പാടുകളും ഞാൻ അറിയിക്കുകയാണ്. സുകുമാർ അഴീക്കോട് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, മാനവികത എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. മാനവികത എന്ന് പറഞ്ഞാൽ അത് സന്യാസത്തിൻ്റെയും തോന്യാസത്തിൻ്റെയും ഇടയിലുള്ള ഒരു ജീവിത വിന്യാസമാണ്. അതേ ഉദ്ദേശിച്ച സന്യാസം വൈഡാല പ്രതികന്റെ സന്യാസാണ്, അല്ലാതെ നമ്മളെ ഭക്തിയോടുകൂടെയുള്ള ഗുരുക്കൾ നടത്തുന്ന സന്യാസത്തെ അല്ല. വൈഡാല പ്രതികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡാല പ്രതികൻ എന്ന് കൃത്രിമത്വമായ, അങ്ങനെ വ്യാപാരം നടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അതും അല്ലാതെ, തോന്നിയാസം ഇല്ലാതെ, അതിൻ്റെ ഇടയിലുള്ള ജീവിത വിന്യാസമാണ് മാനവികത എന്ന് അഴീക്കോട് സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത്. ഇത്തരണത്തിൽ ഓർത്തു പോവുകയാണ്. ഈ നല്ല സദസ്സിന് എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങൾക്ക് നന്ദി.